VMTV ന്യൂസിന്റെ തമ്മിൽ തല്ല് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ സ്ത്രീപക്ഷത്തിൽ നിന്നും സംസാരിക്കാൻ ആട്ടക്കലാശം എന്ന പ്രോഗ്രാമിലൂടെയും ഇഞ്ചോടിഞ്ച് എന്ന പ്രോഗ്രാമിലൂടെയും ജനശ്രദ്ധ നേടിയ അനുശ്രീ പൊയ്കമുക്ക് എന്ന മാമാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമസ്കാരം. അതുപോലെ തന്നെ ആട്ടക്കലാശം എന്ന പ്രോഗ്രാമിൽ നിന്നും ജനശ്രദ്ധ നേടിയ ഹർഷൻ കുമാർ എന്ന സാറാണ് നമ്മുടെ കൂടെ പുരുഷപക്ഷത്തിൽ നിന്നും സംസാരിക്കാനായിട്ട് എത്തിയിരിക്കുന്നത്. എന്തായാലും എന്റെ റോൾ എന്ന് വെച്ചാൽ ഇവർ തമ്മിൽ അടി ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നതാണ്. എന്തായാലും നമ്മുടെ പ്രോഗ്രാമിലേക്ക് പോകാം, വരും. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് അനുശ്രീ പൊയ്കമുക്ക് എന്ന മാമിന്റെ കൂടെ തന്നെ ആവാം. മാം തുടങ്ങിക്കോളൂ. പറഞ്ഞല്ലോ അടി ഉണ്ടാക്കുന്നൊക്കെ. അപ്പൊ ഒരു കാരണമില്ലാതെ അടി ഉണ്ടാകത്തില്ലല്ലോ. ഇരിക്കുന്ന ഇദ്ദേഹം എന്തെങ്കിലുമൊക്കെ വായി തോന്നിയതുപോലെ പുരുഷന്മാര് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ദേഷ്യം വരും. അപ്പോൾ ഞാനത് ന്യായീകരിച്ച് പറയുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ ഒരു സംഭവം ഉണ്ടായല്ലോ, മറ്റേ ഷാർജയിൽ തൂങ്ങി മരിച്ച് വിഭജിക ഒരു പിഞ്ചു കുഞ്ഞിനെയും കൊണ്ട് ആ ഒരു പുരുഷൻ നിതീഷ് എന്ന് പറഞ്ഞ ആ ഒരു മനുഷ്യന്റെ വാക്കുകളില്ല, പറയുന്നെങ്കിൽ അങ്ങേയറ്റം വേണം പറയാനുള്ളത്. പക്ഷെ ഇത്രയും ക്രൂരനായ ആ മനുഷ്യന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ആ ഒരു സ്ത്രീയും ആ ഒരു പിഞ്ചു കുഞ്ഞും മരണമടഞ്ഞത്, അല്ലേ? അതെ. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? പറയല്ലേ വിശദമായിട്ട്. പിന്നെ ഞങ്ങൾ എന്തിനു പ്രത്യേകിച്ച് പറയുന്നത്? ഞാൻ അന്നും ഇന്നും പറയുന്നതാണ്, നമ്മുടെ പുരുഷവർഗത്തിന് പ്രത്യേക ഒരു മേധാവിത്വം നമ്മുടെ നിയമത്തിൽ തന്നെ കൊണ്ടുവരണം. ഇപ്പൊ തന്നെ എന്തെങ്കിലും ഒരു കേസ് ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ സ്ത്രീയാണോ, സ്ത്രീ ആണെങ്കിൽ അവിടെ മുൻഗണന, പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെ മുൻഗണന. അതെന്തിന്റെ അടിസ്ഥാനത്തിൽ? എന്ന് വെച്ചാൽ സ്ത്രീകളാണ് എപ്പോഴും അടിമത്തം അനുഭവിക്കുന്നവര്. അപ്പൊ പിന്നെ അവർക്കൊരു നിയമം ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളത് പണ്ട് മുതലേ ഉള്ള ഒരു രീതിയാണ്. അപ്പൊ അത്രയും സുരക്ഷിതത്വം നമുക്ക് ഇല്ല. സത്യം പറഞ്ഞ ഈ പുരുഷന്മാരെ കൊണ്ട് സുരക്ഷിതയല്ല സ്ത്രീ. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കി വെച്ചിരുന്നത്. പക്ഷെ ആ ഒരു നിയമം പുരുഷന്മാർക്കൂടെ ഉണ്ടാക്കി കൊടുത്താൽ പിന്നെ സ്ത്രീ വീണ്ടും അടിമപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പുരുഷന്മാർക്ക് പ്രത്യേക നിയമം വേണ്ട എന്ന് ഞാൻ പറയുന്നത്. പുരുഷന്മാരല്ലല്ലോ ഇവിടെ കേസുകളിൽ പെടുന്നത്, ഏറ്റവും കൂടുതൽ സ്ത്രീകളാണല്ലോ. അങ്ങനെ മയക്കുമരുന്ന് കച്ചവടങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്, പറയാൻ വയ്യാത്ത ഭാഗത്ത് വരെ കയറ്റി വെച്ചുകൊണ്ട് കച്ചവടം ചെയ്യുന്ന നികിഷ്ടമായ സ്ത്രീകൾ വരെ നമ്മുടെ ഈ സമൂഹത്തിലുണ്ട്. അത് ഈ പുരുഷന്മാർ നിർബന്ധിച്ചുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെയുള്ള ഉണ്ടാകുന്നത്. കാര്യം ഒരു ഫാമിലിയിൽ ഏറ്റവും കൂടുതൽ നോക്കേണ്ടതും ഇപ്പം ഒരു സ്ത്രീ ഇപ്പോൾ അങ്ങനെ ചെയ്തെന്ന് പറയുന്നത്. അപ്പൊ ആ സ്ത്രീയുടെ വീട്ടിലും ഒരു പുരുഷൻ കാണും. ഒരു പുരുഷനാണ് ആ കുടുംബം നല്ലതുപോലെ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ആ ഒരു പുരുഷന്റെ കഴിവുകേടാണ് അവിടെ കാണിക്കുന്നത്. ഇപ്പൊ അതൊരു മകളാവട്ടെ ഒരു അമ്മയാവട്ടെ ആരായാലും അങ്ങനെ ഒരു സ്ത്രീ ചെയ്യുന്നുണ്ട്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ ആ പുരുഷനാണ്, ആ വീട്ടിലുള്ള പുരുഷനെ ഞാൻ കുറ്റം പറയത്തുള്ളൂ. ഇപ്പൊ പുരുഷൻ പറഞ്ഞിട്ടാണോ മയക്കുമരുന്ന് കച്ചവടത്തിന് പോകുന്നത്? ഉപയോഗിക്കുന്ന ഈ മയക്കുമരുന്ന് ഇവിടെ കൊണ്ടുവന്നതും ഈ മയക്കുമരുന്ന് കൂടുതൽ ഉപയോഗിക്കുന്നതും ആരാ? പുരുഷന്മാരാണ്. അപ്പോൾ ഈ പുരുഷന്മാരാണ് ഈ സ്ത്രീകളെ പ്രേരിപ്പിക്കുന്നത് ഇത് ഉപയോഗിക്കാൻ വേണ്ടി എന്നാണ് എനിക്ക് പറയാൻ. സ്ത്രീകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തൂടെ പുരുഷന്മാർക്ക് നിങ്ങൾ ഉപയോഗിക്കാൻ ഉപയോഗിക്കാനായി രംഗത്ത് വരുന്നു. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ സിവിൽ സപ്ലൈകൾ പരിശോധിച്ചാൽ, പ്രധാനമായിട്ട് നമ്മുടെ സിറ്റിക്കകത്ത് പ്രവർത്തിക്കുന്ന സിവിൽ സപ്ലൈകൾ പരിശോധിച്ചാൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ്. എനിക്ക് തോന്നുന്നു ഇദ്ദേഹം കൂടെ പോകുമ്പോഴത്തേക്ക് കാണുന്നതായിരിക്കും. അല്ലാതെ പോകുന്ന ആൾക്കല്ലേ സ്ഥിരം കാണാൻ പറ്റുള്ളൂ. അല്ലാതെ ജനങ്ങൾക്ക്, നമ്മുടെ സാധാരണക്കാർക്ക് കുടിക്കുന്നതിന് വേണ്ടിയാണല്ലോ സർക്കാരിന് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു മേഖലയല്ലയോ? അതെ. ഈ സ്ത്രീകൾ കുടിക്കുന്നതിൽ എന്താണ് പ്രശ്നമുള്ളത്? ഇത് പുരുഷന്മാർക്ക് മാത്രമേ കുടിക്കാൻ. അതാണ് സ്ത്രീകൾ കുടിക്കുന്നതിൽ എന്താണ് തെറ്റുള്ളതെന്ന് മാഡം പറഞ്ഞു. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് പ്രത്യേകിച്ചാരും നിയമം നമ്മുടെ ഇവിടെ ഉണ്ടാവാൻ പാടില്ല. പുരുഷന്മാർക്ക് പ്രാതിനിധ്യം നൽകണം. സാർ, ആ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം ഇപ്പം സാർ പറഞ്ഞു സ്ത്രീകൾക്ക് മുൻഗണനയാണ് നമ്മുടെ നിയമത്തിൽ കൊടുക്കുന്നത് എന്നുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ കന്യാസ്ത്രീ പ്രശ്നങ്ങൾ വന്നു. അവർക്ക് എന്തുകൊണ്ടൊരു ജാമ്യം ഇവിടെ സ്ത്രീ നിയമങ്ങൾക്കാണ് കൂടുതൽ മുൻഗണന എന്ന് വെച്ചിട്ടുണ്ട്? അവരെന്തിനാ അത്രയും ദിവസം ജയിലിലിറക്കപ്പെട്ടെ? അവർ സ്ത്രീകളല്ലേ? സ്ത്രീകൾക്ക് മുൻഗണനയാണ് എന്നുള്ള ആ ഒരു ആരോപണത്തോട് നമ്മൾ ഒരിക്കലും യോജിക്കുന്ന കാര്യമല്ല. അല്ല, ഞാൻ ഒരിക്കലും അങ്ങനെ വെക്കില്ല. പിന്നെ അതിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. കന്യാസ്ത്രീകളെ സംബന്ധിച്ച് അതിനെ എതിർത്ത് നിന്നവരാണ് ഏറ്റവും അവസാനം ജാമ്യം കിട്ടിയെന്ന് പറഞ്ഞപ്പോ അവരെ കാണാൻ വേണ്ടി രാഷ്ട്രീയക്കാർ പരക്കം പാച്ചിലാണ് നടക്കുകയാണ്.
അതിന് ഏറ്റവും കൂടുതൽ എതിർത്ത് അല്ലെങ്കിൽ അവർക്കെതിരെ കേസെടുത്ത പാർട്ടി പോലും മുമ്പന്തിയിൽ സോഷ്യൽ മീഡിയയിൽ വരാൻ വേണ്ടി ആരവും കൊണ്ട് നടക്കുകയാണ് അവരെടുത്ത്. അത്രയ്ക്ക് നെറുകെട്ട രീതിയിലാണ് നമ്മുടെ രാഷ്ട്രീയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനയിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരും. ബഹുമാനപ്പെട്ട ഹർഷൻ സാർ നമ്മളെ രാഷ്ട്രീയത്തെ കുറിച്ചോ കാര്യങ്ങളെ കുറിച്ചോ എല്ലാം നമ്മൾ ഇതിലേക്ക് വന്നത്. ആദ്യമേ താങ്കൾ പറഞ്ഞ ക്ഷമിക്കണം, സാർ പറഞ്ഞ ആ ഒരു ആരോപണത്തിനെതിരെയാണ് ഞാൻ എതിർത്തിട്ടുള്ളത്. സാർ പറഞ്ഞു നമ്മുടെ സ്ത്രീകൾക്ക് നിയമങ്ങൾക്ക് മുൻഗണന നൽകുന്നു, സ്ത്രീകളുടെ വ്യക്തിത്വത്തെ പറ്റിയും കാര്യങ്ങൾ അവരുടെ സുരക്ഷിതയെ പറ്റിയും നിയമങ്ങൾ അവർക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നതെന്നാണ് സാറ് പറഞ്ഞത്. അതേ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ കന്യാസ്ത്രീ പ്രശ്നം വന്നിട്ടുള്ളതെന്ന്. അവരെന്താണ് ഒരു സ്ത്രീപക്ഷത്ത് നിൽക്കുന്ന നിയമമാണെങ്കിൽ എന്തുകൊണ്ട് ആ സ്ത്രീകൾ ഇത്രയും ദിവസം ജയിലിൽ അടയ്ക്കപ്പെട്ടു? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, സ്ത്രീകൾക്ക് ഇവിടെ നിയമത്തിന് മുൻഗണനയില്ല. എല്ലാവരും മനുഷ്യരാണെന്നുള്ള നിയമത്തിൽ മാത്രമാണ് ഭരണകൂടം കൊണ്ടുപോകുന്നത്. ഞാൻ പ്രധാനമായിട്ട് പറയുന്നത് ഇപ്പൊ തന്നെ നമ്മുടെ എല്ലാവരുടെയും, അതായത് ചുരുക്കി പറഞ്ഞാൽ എല്ലാവരുടെയും പ്രിയങ്കരനായി മാറിക്കൊണ്ടിരുന്ന നമ്മുടെ വേടന് ഒരു സ്ത്രീ ആരോപിച്ച കുറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുമായിട്ട് ലൈംഗികമായി ബന്ധപ്പെട്ടു എന്നുള്ള നിരവധി കാര്യങ്ങളാണ് അവർ പറഞ്ഞത്. ഇത്രയും വർഷം അവരോടെ പോയിരുന്നു, ആ ചോദ്യത്തിനോട് അവരോടെ പോയിരുന്നു. ചിലപ്പോൾ ഒരു പക്ഷേ ഈ വേടൻ എന്ന് പറയുന്ന ഈ പുരുഷൻ ഈ സ്ത്രീയെ അങ്ങനെ ലൈംഗികമായി ചൂഷണം ചെയ്തിട്ടുണ്ടാവാം. ഒരുപക്ഷെ ചിലപ്പോൾ വിവാഹം കഴിക്കാം എന്ന വാഗ്ദാനത്തോടു കൂടി ആയിരിക്കാം അങ്ങനെ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. കാര്യം ഒരു പുരുഷൻ വാക്ക് കൊടുത്താൽ അത് വാക്കായിരിക്കണം. അവിടെയും പുരുഷനെയാണ് ഞാൻ കുറ്റം പറയുന്നത്. കാര്യം ആ വാക്ക് ലംഘിച്ചപ്പോഴായിരിക്കാം ചിലപ്പോൾ ഈ കാര്യം പുറത്ത് എടുത്ത് ഇങ്ങനെ കേസും കാര്യങ്ങളൊക്കെ ആയി പോയിട്ടുള്ളത്. അതിനെ ഞാൻ പുരുഷനെ കുറ്റം പറയത്തുള്ളൂ. അത്രയും വിശ്വസിച്ച് തന്റെ ജീവിതം മറ്റേ പുരുഷനെ കൊടുക്കുന്നുണ്ടെങ്കിൽ അത്രയും വിശ്വാസം ഉള്ളത് കൊണ്ടാണ്. അപ്പൊ അവിടെ വിശ്വാസ വഞ്ചന കാണിച്ചത് ഇതുപോലെയുള്ള വർഗങ്ങളാണെന്ന് ഞാൻ പറയും. സ്ത്രീ വഴങ്ങിക്കൊടുത്തതിന് ശേഷം മാത്രമാണ് അവിടെ ഒരു ക്രൈം ഏത് പുരുഷനും സ്ത്രീക്കും ഏത് സ്ഥലത്തും താമസിക്കാനുള്ള അധികാരം നമ്മുടെ ഭരണഘടനയിൽ അല്ലെങ്കിൽ നമ്മുടെ സുപ്രീം കോടതികൾ നമുക്ക് നൽകിയിട്ടുള്ളതാണ്. അങ്ങനെയായിരുന്നു എങ്കിൽ ഈ പറയുന്ന ഈ ഒരു അതിജീവത എന്തുകൊണ്ട് അന്നേരം പറഞ്ഞില്ല? ജനങ്ങളുടെ മനസ്സ് ഇരിക്കുന്ന ഒരു വ്യക്തിയായ നമ്മുടെ വേടനെ ഇപ്പോൾ അധിക്ഷേപിച്ച് പറയാൻ എന്താണ് കാരണം? ഒരു വ്യക്തിയെ തന്നെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിനെ തന്നെ ഇല്ലാതാക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ പ്രത്യേകിച്ച് പറയുന്നത് നിയമം ഞങ്ങൾക്ക് പ്രത്യേകമായി ഉണ്ടാവണം. അതെ, ആ കാര്യത്തിൽ ഞാൻ ഹർഷൻ സാറുമായിട്ട് യോജിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അനുശ്രീ മാം, ഞാൻ പറയുന്നത് ഈ വേടൻ റാപ്പർ എന്ന ഒരു വ്യക്തി, ആ ഒരു കാര്യം ഇപ്പൊ വളരെ സോഷ്യൽ മീഡിയയിൽ വളരെ വ്യാപകമായിട്ടുള്ള ഒരു വിഷയമാണ്. ആ വിഷയത്തില് ഇപ്പോഴാണ് ആ സ്ത്രീ ബലാത്സംഗത്തിനിരയായെന്നുള്ളൊരു വിഷയം. ഒരു സ്ത്രീ ഇപ്പോൾ അങ്ങനെ വഴങ്ങി കൊടുക്കുന്നുണ്ടെങ്കിൽ ആ പുരുഷനെ അത്രയും വിശ്വസിച്ചില്ല. അപ്പോൾ വിവാഹ വാഗ്ദാനം നൽകി നിന്നെ ഞാൻ കെട്ടിക്കോളാം എന്നുള്ള അങ്ങനെ ഒരു നല്ല വിദ്യാഭ്യാസമുള്ള ഒരു കുട്ടിയാണ്. കാരണം ആ കുട്ടി ഡോക്ടറാണ്. വിദ്യാഭ്യാസം ഇല്ലാത്തൊരു കുട്ടി അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും അംഗവൈകല്യമുള്ള കുട്ടി അല്ലെങ്കിൽ അവർക്ക് കാര്യബോധമില്ലാത്തൊരു കുട്ടിയാണെങ്കിൽ ശരി, അവര് പറഞ്ഞത് ശരി. ഇത്രയും നാള് ഈ വേടൻ എന്ന വ്യക്തിയുമായിട്ട് അവർ സുഹൃത്ത് ബന്ധം പുലർത്തിയതിന് ശേഷം ഇപ്പോൾ അവർ ഈ വേടൻ എന്ന് പറഞ്ഞ വ്യക്തി ഇപ്പൊ ജനങ്ങൾ അറിഞ്ഞു തുടങ്ങി, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ജനങ്ങൾ അംഗീകരിച്ചു തുടങ്ങിയപ്പോൾ മനഃപൂർവ്വം കരിവാരി തേച്ചത് വേടനാകാനാണ് ചാൻസ് കൂടുതൽ. കാര്യം ഇത്രയും നാൾ അദ്ദേഹം ഒന്നും അല്ലായിരുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി. ഇപ്പോൾ അദ്ദേഹം ഭയങ്കര നല്ലൊരു ഉയർച്ച കിട്ടിയപ്പോഴത്തേക്ക് ഈ കുട്ടിയെ നൈസായിട്ട് അങ്ങ് ഒഴിവാക്കി. അപ്പോൾ ഈ കുട്ടിക്ക് ചിലപ്പോൾ ഈ കാര്യം പണ്ടത്തെ സിനിമ അദ്ദേഹത്തിന്റെ നീ ഒന്ന് വിളിച്ചിരുന്നു എങ്കിൽ ഞാൻ ഉണർന്നേനെ എന്ന് പറഞ്ഞാൽ പോയല്ലോ മാഡം. എന്തോ മാഡം, സ്ത്രീകൾ ഇത്രയും അധപ്പതിക്കാൻ പാടില്ല. പുരുഷന്മാരെ കാണിച്ചുകൂടാ. കാര്യം ആ ഒരു സ്ത്രീ അങ്ങനെ പുരുഷനെ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ വഴങ്ങി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്രയും വിശ്വാസം ഉള്ളത് കൊണ്ട് മാത്രമാണ് നിന്നെ കെട്ടിക്കോളാം എന്ന് ഉറപ്പ് നൽകിയിട്ടായിരിക്കും ആ സ്ത്രീ അങ്ങനെ നിന്നിട്ടുള്ളത്. ഇപ്പോൾ ഇദ്ദേഹം വലിയ ഒരു ആളായി മാറിയപ്പോഴത്തേക്ക് ആ സ്ത്രീയെ വേണ്ട, നിഷ്പ്രയാസം അല്ലെ പൂ പോലെ അങ്ങ് വലിച്ചെറിഞ്ഞു. അതുകൊണ്ട് അവർ മുന്നോട്ട് വന്നു. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ അവർ മുന്നിട്ട് വന്നത്. ഞാൻ ആ സ്ത്രീയുടെ പക്ഷത്തെ നിൽക്കത്തുള്ളൂ. പുരുഷൻ നിങ്ങളുടെ സ്ത്രീകളെ വെറും കറിവേപ്പില പോലെ ഉപയോഗശേഷം വലിച്ചെറിയുന്ന വർഗങ്ങൾ
ആണല്ലോ, അതേ ഇവിടെ വേടനം ചെയ്തുള്ളൂ. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇല്ല വേടനെ മനഃപൂർവ്വം ഈ ഒരു കേസിൽ പെടുത്തുന്നതിന് വേണ്ടി ചെയ്തതാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇതിൽ നിന്ന് പല കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം പറഞ്ഞില്ല, അല്ലെങ്കിൽ അന്ന് കംപ്ലൈന്റ് ചെയ്തില്ല. എന്തായാലും ഒരു കാര്യം നമുക്ക് ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. ഇപ്പോ അനുശ്രീ മാം പറഞ്ഞു ആ സ്ത്രീ അങ്ങനെ ഒരു വഞ്ചന സംഭവിച്ചതിന് ശേഷമാണ് ഈ കാര്യങ്ങൾ പുറത്തു വന്നിട്ടുള്ളതെന്ന്. ബലാത്സംഗമാണ് അല്ലെങ്കിൽ പീഡിപ്പിച്ചു എന്നുള്ള ഒരു കാര്യം മുന്നേ ഈ സ്ത്രീക്ക് അറിയായിരുന്നു. എന്തുകൊണ്ട് അന്ന് ഇവരത് പറഞ്ഞില്ല? അവർ ഇപ്പോഴാണോ അതിന്റെ ഒരു ബോധം വന്നിട്ടുള്ളത്? എന്നുവെച്ചാൽ വഞ്ചിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ പ്രണയം നിരസിച്ചോ എന്നുള്ളത് പീഡനം നടന്നിട്ടുണ്ടാവാം. നടന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ 3 ദിവസം ഈ സ്ത്രീയുടെ കൂടെ വേടൻ അതൊരു ചോദ്യമാണ്. അതൊരു പീഡനമല്ലല്ലോ. രണ്ടുപേരും പരസ്പരം സമ്മതിച്ചു. അത് പീഡനമാകുന്നതെന്ന് വെച്ചാൽ ഈ പുരുഷൻ ഈ സ്ത്രീയെ സ്നേഹിച്ചു. സ്നേഹിച്ച് ഇങ്ങനെ ഇവര് താമസിച്ച് 3-4 ദിവസം ചിലപ്പോൾ ഒരുമിച്ച് താമസിച്ച് വന്നേക്കാം. അതിന് ഞാൻ ഇപ്പൊ കുറ്റം പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ അയാൾ വലിയൊരു ഉയർച്ചയിലേക്ക് എത്തിയപ്പോൾ വെറുതെ ആ സ്ത്രീയെ തള്ളി പറഞ്ഞു. അപ്പോൾ അത് പീഡനമാണ്. അതെ, പ്രണയം നിരസിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് പരസ്പരം സമ്മതത്തോടുകൂടി ഏർപ്പെടുന്നതിൽ കഴിഞ്ഞ് പിന്നെ പ്രണയം നിരസിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് പീഡനവും ബലാത്സംഗവുമായി മാറുന്നത് എന്നാണ് ഹർഷൻ ചോദിക്കുന്ന ചോദ്യം. അത് പീഡനം ബലാത്സംഗമായിട്ടേ മാറത്തുള്ളൂ. അതൊരു ബലാത്സംഗം. ഒരു ഭാര്യ ഒരു ഭർത്താവുമായിട്ട് താമസിക്കുകയാണെങ്കിൽ അതൊരു ബലാത്സംഗമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇങ്ങനെ വാഗ്ദാനം കൊടുത്തിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പിന്നെ ഒരു കറിവേപ്പില പോലെ വലിച്ചെറിയുന്ന ഈ പുരുഷ പുരുഷൻ എത്രത്തോളം ആ ഒരു സെക്സ് ആസ്വദിച്ച് അതേപോലെ സ്ത്രീ അവർ ആസ്വദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിനൊരു ക്രൈമായി വരാൻ പാടില്ല. കാരണം ഇത്രയും വർഷം കൊണ്ട് നിങ്ങൾ അതായത് എങ്ങനെ താമസിക്കുന്നതാണോ ഒന്നിച്ച്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ബന്ധത്തിന് താല്പര്യം സ്ത്രീകളെ ദുർബലരാണെന്നുള്ളത് മാഡം പറയുന്നത്. ദുർബലരല്ല. നമ്മുടെ രാഷ്ട്രപതി ഉൾപ്പെടെ നിരവധി പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ് നമ്മുടെ ഇവിടെ ഉള്ള സ്ത്രീകൾ. അതുകൊണ്ട് ദുർബലരല്ല. അങ്ങനെ പറയരുത്. പണ്ടത്തെ അമ്മൂമ്മമാര് നമുക്ക് പറഞ്ഞിരുന്ന വാക്യങ്ങളാണ്. ഇത്രയും നാൾ അങ്ങനല്ല പറഞ്ഞിരുന്നത്. സ്ത്രീകൾ ദുർബലരാണെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ആ പറഞ്ഞ വാക്ക് എന്തായാലും അദ്ദേഹം മാറ്റി പറഞ്ഞു. അതിൽ എനിക്ക് സന്തോഷമുണ്ട്. അല്ലാതെ നിങ്ങൾ പുരുഷന്മാരെ മാത്രം ഇപ്പൊ തന്നെ നമ്മുടെ തന്നെ പ്രമുഖ ഒരു ബ്ലോഗറിന്റെ കാര്യം കണ്ടാലോ, റെഗുലർ കേട്ടതാണല്ലോ. ഒരു പ്രമുഖ ബ്ലോഗർ അദ്ദേഹം ഒരു സഭയിൽ വെച്ച് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനിൽ വെച്ച് ഒരു 18 വയസ്സ് തികയാത്ത ഒരു കുട്ടിയെ ഓൾറെഡി അവളുമായിട്ട് നിന്ന് ഫോട്ടോ എടുത്തു എന്ന് പറഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ അവർക്കെതിരെ കേസെടുത്തതാണ് നമ്മുടെ ഈ ഒരു ഭരണകൂടം. അപ്പൊ ആ ആളുകൾക്ക്, അതായത് നമ്മുടെ പുരുഷന്മാർക്ക് ഒരു പ്രാതിനിധ്യം ഇല്ലാത്ത രീതിയിലാണ് നമ്മുടെ ഇവിടുത്തെ മുന്നോട്ടുള്ള പോക്ക്. ഇതിന് 100 പേരെടുത്താൽ അതിൽ സ്ത്രീകള് ആകെ 2-3% മാത്രം കുറ്റം ചെയ്യുന്നവർ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ബാക്കി ഫുള്ള് ഈ പുരുഷന്മാരാണ് കുറ്റം ചെയ്യുന്നവർ. കാര്യം ഒരുപാട് സ്ത്രീകൾ ഇപ്പൊ മരിച്ചു. കാരണക്കാരനാര്? പുരുഷന്മാർ തന്നെയാണ്. അതുകൊണ്ടാണ് നിയമം നമുക്ക് നേരെ ആയതും അവർക്കെതിരെ ആയതും. അതിനിപ്പോ നമുക്ക് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം അവര് കുറ്റം ചെയ്യുന്നത് കൊണ്ട്, അവര് നിരന്തരം സ്ത്രീകളെ പീഡിപ്പിക്കുന്നത് കൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് നിയമമായിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ കൊടുത്താൽ സ്ത്രീകൾ പിന്നെ ഇവിടെ ജീവിച്ചിരിക്കില്ല. കാര്യം ഇപ്പൊ തന്നെ ഷാർജയിൽ അതുല്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി സൂയിസൈഡ് ചെയ്തു. അത് വീഡിയോസ് വരെ പുറത്താണ്. സതീശൻ എന്ന് പറയുന്ന ആ വ്യക്തി മർദ്ദിച്ചതിന്റെയും, കുടിച്ചിട്ട് വന്നിട്ട് മർദ്ദിച്ചു, അടിക്കുന്ന പാടുകൾ ഫുള്ള് എല്ലാ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ള സംഭവങ്ങളാണ്. നിങ്ങൾ പ്രേക്ഷകർ എല്ലാവരും അത് കണ്ടിട്ടുണ്ടാവും. ചിലപ്പോ ഇപ്പൊ ഇദ്ദേഹം പറയും അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ലെന്ന്. പക്ഷെ നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് ആ വീഡിയോസിലൂടെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. അങ്ങനെയുള്ള ബഹുമാനപ്പെട്ട ഹർഷൻ സർ, അതൊരു സ്വാഭാവികമായ ഒരു കാര്യം എന്നുള്ളതിൽ വെക്കുന്നതിൽ ശരിയല്ല. കാരണം ഇപ്പം വർഷങ്ങളായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. പുരുഷൻ സ്ത്രീയെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീയുടെ എല്ലാ ഉത്തരവാദിത്വവും അല്ലെങ്കിൽ പുരുഷന്
സ്വത്താണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട്. എന്നുവെച്ചാൽ ഈ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പുരുഷന് എന്തും ചെയ്യാനുള്ള ഒരു വസ്തുവാണോ സ്ത്രീ എന്നുള്ളതാണ് ഇവിടെ അനുശ്രീ മാഡം ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനോട് സാർക്ക് എന്താണ് പറയുന്നത്? എനിക്ക് അതിൽ പ്രത്യേകിച്ച് ഈ ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാല്, ഇപ്പൊ ഭാര്യയും ഭർത്താവുമായിട്ട് കഴിയുന്ന ഒരു വ്യക്തി, അപ്പൊ ഭർത്താവിന്റെ ഈ ചേഷ്ടകൾ വീഡിയോ എടുക്കുക ആരായിരിക്കും എടുത്തത്? മഞ്ഞ ആൾ വന്നവിടെ എടുക്കൂലല്ലോ. അപ്പൊ അതൊക്കെ വെൽ പ്ലാനിങ് ആണ്. അവിടെ പുരുഷനെ കൊടുക്കുവാനുള്ള വെൽ പ്ലാനിങ് ആണ് അവിടെ നടന്നത്. അപ്പോൾ ഈ അടിയും പിടിയും കൂടി ഈ കുട്ടിയുടെ കൈയൊക്കെ മനഃപൂർവ്വം കേസിൽ പെടുത്താൻ വേണ്ടി ചെയ്തതാണെങ്കിലോ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, മനഃപൂർവ്വം ഭർത്താവിനെ കേസിൽ പെടുത്താൻ വേണ്ടിയായിരിക്കും ആ കുട്ടിയെ തൂങ്ങിയത് അല്ലേ? അങ്ങനെയൊക്കെ സ്വന്തം ജീവിതം തർക്കിക്കാനല്ല വന്നിട്ടുള്ളത്, സ്ത്രീപക്ഷത്തിൽ നിന്നും പുരുഷപക്ഷത്തിൽ നിന്നും സംസാരിക്കാൻ വേണ്ടി ഒരു ഭാര്യ ഭർത്താവ്, അവിടെ ഭർത്താവ് കാണിക്കുന്ന ആ ഒരു പ്രവൃത്തി എന്തുകൊണ്ട് ഭാര്യ വീഡിയോ എടുക്കുന്നു? നിയമം അതാണ്, നിയമത്തിന് വേണ്ടത് തെളിവുകളാണ്. തെളിവെന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം ഇതിനെ കൊടുക്കാൻ നോക്കി. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഏതെങ്കിലും പുരുഷന്മാരെ കൊടുക്കുന്നതാണ് അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോ തെളിവുകളെല്ലാം എടുത്തിട്ട് ഇയാൾക്കെതിരെ കേസ് കൊടുത്തിട്ട് അവരിപ്പോൾ ജീവിച്ചിരിക്കുന്നു. അതിലെ ജീവിച്ചിരുന്നെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഇത് പക്ഷെ അതിൽ നിന്ന് ജീവിച്ചിരിക്കണില്ല. അപ്പൊ അത്രയും അനുഭവിച്ചത് കൊണ്ടാണ് അത്രയും ആ വീട്ടിൽ എപ്പോഴും പുരുഷന്മാരെ കാര്യമില്ല. നിങ്ങൾ ആ മദ്യപിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടുന്ന പിന്തുണ എല്ലാം നൽകി കൊടുത്തിട്ട് മദ്യപന്തി ഓവറായി പോകുമ്പോ അവർ ചെയ്യുന്ന ക്രൈമായി മാറുന്നു. അല്ല സാർ, എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ചോറിലും കഞ്ഞിയിലും നമ്മൾ മദ്യം സർക്കാർ ഈ മദ്യം ഇറക്കിയിരിക്കുന്നത് കുടിച്ചിട്ട് ഈ സ്ത്രീകളെ അടിക്കാനാണോ? അങ്ങനെയാണോ സാർ ഉദ്ദേശിക്കുന്നത്? നമ്മളെ സ്ത്രീകള് പുരുഷന്മാർക്ക് വെച്ചുണ്ടാക്കുന്ന കഞ്ഞിയിലോ ചായയിലോ ഈ ഒരു മദ്യം ഒഴിച്ച് അവര് അതിലേക്ക് വീഴ്ത്തുന്നു എന്നുള്ളതാണോ സാർ ഉദ്ദേശിച്ചത്? അങ്ങനെയല്ല. ഒരു തവണ ഭർത്താവ് കുടിച്ചുകൊണ്ട് വരുമ്പോൾ ഭാര്യ പറയണം, ചേട്ടാ ഇതിങ്ങനെ ആവർത്തിക്കരുത്. അങ്ങനെ എത്ര കേസുകളാണ് ഇന്ന് കേരളത്തിൽ വന്ന എല്ലാ നിയമങ്ങളും സാർ അരിച്ചു പെറുക്കി നോക്കിയാലും സ്ത്രീകൾ അതിനോട് യോജിക്കുന്നതായിട്ട് സാർ ഏതെങ്കിലും ഒരു നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സാർ തെളിയിക്കേണ്ടതാണ്. നമ്മൾ തമ്മിൽ തല്ലെന്നുള്ള പ്രോഗ്രാമിൽ സംഭവം ഇന്നലെ തന്നെ നടന്ന പ്രമുഖ നായികയായ ഒരു സ്ത്രീ അവര് ബന്ധുവിനെ കൊണ്ടുവന്ന് വ്യഭിചാരത്തിന് കൂട്ടിക്കൊടുക്കാൻ കൊണ്ടുപോയി. അപ്പൊ അത്രയ്ക്ക് അതപ്പതിച്ചോണ്ടിരിക്കുക സമൂഹം. അതെന്തുകൊണ്ട് പറഞ്ഞില്ല? നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? ഇന്നലെ നടന്ന സംഭവമാണ്. ഇന്നലെ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തേക്കാണ്. വ്യഭിചാരത്തിന് അങ്ങനെ കൂട്ടിക്കൊണ്ട് പോയെങ്കിൽ കൂട്ടിക്കൊണ്ടുപോയി ആർക്ക് കൊടുത്തു? പുരുഷന് കൊടുത്തു. അപ്പോൾ പുരുഷൻ അവിടെ എന്ത് ചെയ്തു? പ്രേരിപ്പിച്ചു. സ്ത്രീയെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പ്രേരിപ്പിച്ചു. അവിടെ ആര് കുറ്റക്കാരൻ? പുരുഷന്മാർ കുറ്റക്കാരൻ. അവിടെ സ്ത്രീയെ നിരപരാധിയെ പത്തര മാറ്റി കൊള്ളാം കേട്ടോ. നല്ല നിങ്ങളുമായിട്ട് സംസാരിക്കാതിരിക്കുന്നതാണ് എനിക്കും പറയാനുള്ളൂ. ഒരു കൊലക്കുറ്റം ചെയ്താലും കൊലക്കുറ്റത്തിന് വേണ്ടി പ്രേരിപ്പിച്ചെന്ന് പറയുന്ന ആള്. അതെ അതെ. ഇനിയിപ്പോ എന്തായാലും ഹർഷൻ സാറ് വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ വീഡിയോ എടുത്ത ആ ഒരു വിഷയം. ഈ വീഡിയോ എടുത്ത എന്നുള്ള ഒരു വിഷയം ഇന്നത്തെ നിയമത്തെ കുറിച്ച് അവർക്ക് അറിയാമല്ലോ. വെള്ളം കുടിച്ച് തോറ്റിരിക്കുകയാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. വീഡിയോ മനഃപൂർവ്വം എടുത്തതല്ലേ? മനഃപൂർവ്വം എടുത്തതാണെങ്കിൽ ഇന്ന് ആ കുട്ടി ജീവിച്ചിരുന്നത് കൊണ്ട് ആ കാരണത്തോട് പോരാടുമായിരുന്നു. അങ്ങനെ വീഡിയോ എടുത്തിട്ട് ആ കുട്ടിക്ക് അങ്ങനെ ഒരു പ്രതികാരം ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ കുട്ടി ഇന്ന് മരിക്കാതെ തന്നെ ആ ഒരു കാര്യത്തിനോട് പോരാടി ജീവിക്കുമായിരുന്നു. എന്തുകൊണ്ട് ആ കുട്ടി മരണപ്പെട്ടു? അങ്ങനെ ഒരു വീഡിയോ ഇന്നെങ്കിൽ നാളെ അത് സമൂഹത്തിനോട് നേരിട്ട് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ ഒരു വീഡിയോയിലൂടെ എല്ലാ പെൺകുട്ടികൾക്കും നാളെ ഒരു പാഠമായിരിക്കട്ടെ എന്നുള്ളൊരു തെളിവോട് മാത്രമാണ് ആ കുട്ടി ആ വീഡിയോ എടുത്തെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത് എന്തിനാണ് സാറ് റൂട്ട് തിരിച്ച് മനസ്സിലാക്കി എടുക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഈ ഒരു കാര്യം സാറ് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഏതൊരു സ്ത്രീ അങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ട് അതിനോട് പ്രതികാരം ചെയ്യാനാണെങ്കിൽ അങ്ങനെ ആ ഒരു കുട്ടി ആത്മഹത്യ ചെയ്യില്ലായിരുന്നു. ഇന്നും അയാൾക്ക് വേണ്ടി, അയാളുടെ ക്രൂരതയ്ക്ക് വേണ്ടി പോരാടുമായിരുന്നു. ആ ഒരു സാറിന്റെ അടുത്ത് നിലപാടിനോട് നമ്മൾ ഒട്ടും യോജിക്കുന്നില്ല. പ്രേക്ഷകർ അതിനുള്ള മറുപടി കമന്റ് ബോക്സിലിടും. അല്ല, അത് വേറൊരു കാര്യമുണ്ട്. ഈ മാതാപിതാക്കൾ എങ്ങനെയാണെന്നറിയാം? മരുമകൻ ഗൾഫിലാണ്, അല്ലെങ്കിൽ ആ മരുമകൻ ശരിയല്ല എന്ന് വരുമ്പോഴേ ഈ മാതാപിതാക്കൾ എന്ത് ചെയ്യണം?
ആ ഒരു ബന്ധം അങ്ങ് മാറ്റണം. ഇത് മാറ്റാതെ വീണ്ടും എന്റെ മരുവനും മോളും ഗൾഫിലാണെന്ന് കാണിക്കുന്നതിന് വേണ്ടി വീണ്ടും ഒന്ന് അടുപ്പിച്ച് പലതവണയായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായതാണല്ലോ. അപ്പൊ ഞാൻ പറയില്ലേ, പുരുഷ സമൂഹത്തിൽ അങ്ങനെ തെങ്ങിയും തെറിച്ചുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. സർ, നിങ്ങൾ സ്ത്രീകളുടെ മാതാപിതാക്കൾ മാത്രം തെറ്റാക്കരുത്. അങ്ങനെയാണെങ്കിൽ പുരുഷന്റെ മാതാപിതാക്കളും മാതാപിതാക്കളല്ലേ? അവരെന്തുകൊണ്ട് ചിന്തിച്ചില്ല? ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നു, അവളെ ക്രൂരമായി പീഡിപ്പിക്കുന്നത് കണ്ടു നിൽക്കാൻ പറ്റില്ല. അവളൊരു മനുഷ്യ സ്ത്രീയാണെന്നുള്ളത് എന്തുകൊണ്ട് ഒരു പുരുഷന്റെ മാതാപിതാക്കൾക്ക് അത് ചിന്തിക്കാൻ കഴിഞ്ഞില്ല? അതിൽ പ്രധാന കാരണം എന്ന് പറഞ്ഞാല് ഒരു പുരുഷനെ ഒരു സ്ത്രീ കല്യാണം കഴിച്ച് കഴിയുമ്പോഴേ ഈ സ്ത്രീയുടെ വീട്ടിലായി പോവുകയാണ്. ഈ പറയുന്ന ഈ പുരുഷന്റെ മാതാവിന്റെ അടുത്ത് സഹകരിക്കുകയോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. ആ മാതാവിനെ കാണുന്നത് തന്നെ അവർക്കൊരു വെറുപ്പുള്ള രീതിയിൽ വിഷം കുത്തിവെച്ച് ഈ സ്ത്രീകളെ ഈ പുരുഷന്മാരെന്താണെന്ന് അറിയാമോ? ഭാര്യ പറയുന്ന കാര്യം അമ്മയുടെ അടുത്ത് പറയും, അമ്മ പറയുന്ന കാര്യം ഭാര്യയുടെ അടുത്ത് പറഞ്ഞു. ഇവരെ തമ്മിൽ അങ്ങ് ഇടിപ്പിക്കും. കാര്യം എന്തെന്ന് വെച്ചാ ആ കുടുംബത്തിൽ ഇപ്പം ചെലവിന് കൊടുക്കേണ്ടി വരും. ഇപ്പൊ ഒരു ഫാമിലിയൊക്കെ ആകുമ്പോൾ ചെലവിന് കൊടുക്കേണ്ടി വരും, മറ്റു കാര്യങ്ങളൊക്കെ നോക്കണം. ഇവരെ തമ്മിൽ അടുപ്പിക്കുമ്പോഴത്തേക്ക് ഇതൊന്നും ചെയ്യണ്ട, തോന്നിയതുപോലെ അങ്ങ് നടക്കാം. ഇവളെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഫുഡ് ഉണ്ടാക്കുന്നു, അവരുടെ മറ്റു മക്കൾ അയച്ചു കൊടുക്കുന്നത് കൊണ്ടുവന്ന് കഴിക്കുന്നു. അങ്ങനെയൊക്കെയാണ് ഇപ്പൊ മിക്ക ഫാമിലിയിലും നടക്കുന്നത്. അപ്പോ എന്ത് ചെയ്യാൻ? അല്ല, അതൊക്കെ വന്നു കയറുന്ന സ്ത്രീ അവിടെ ഒരുമിപ്പിച്ച് അവരെ കൊണ്ടുപോകാൻ ശ്രമിക്കേണ്ട ഏറ്റവും വലിയ കർത്തവ്യമാണ്. അപ്പൊ അവിടെ ഈ വന്നു കയറുന്ന വീട്ടിലെ അമ്മയും തന്റെ സ്വന്തം അമ്മയൊക്കെ കണക്ക് കൂട്ടി മുന്നോട്ട് എന്റെ ഭർത്താവാണ് എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ എന്റെ ഭർത്താവ് പിന്നെ മറ്റുള്ളവരെ ഭർത്താവ് എന്ന് പറഞ്ഞ് ജീവിക്കോ? അതെന്ത് ഡയലോഗാ? എന്റെ ഭർത്താവ് എന്ന് പറഞ്ഞ ആ ഭർത്താവിന് വേണ്ട കാര്യങ്ങൾ ആ ഒരു വീട്ടിൽ കുറവ് വരുമ്പോഴായിരിക്കും ആ ഭർത്താവ് മറ്റൊരു സ്ത്രീയെ ആശ്രയിച്ചു പോകുന്നത്. അതെന്തുകൊണ്ട് നിങ്ങൾ ആലോചിക്കുന്നില്ല? പെണ്ണുങ്ങളുടെ കൂടെ ജീവിക്കും, അത് കഴിയുമ്പോഴത്തേക്ക് അവന് അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ അടുത്തായിരിക്കും കൂടുതൽ പ്രേമം. അത് എല്ലായിടത്തും ഉള്ളത് തന്നെയാണ്. എന്റെ ഭാര്യയെക്കാളും എന്തോ വലിയ സാധനങ്ങളാണ് അവരുടെ കയ്യിലുള്ളതെന്നുള്ള ഒരു ചിന്തയാണ് മിക്ക പുരുഷന്മാർക്കുള്ളത്. എല്ലാവരെയും അല്ല ഞാൻ പറയുന്നത്. അപ്പൊ ആ ചിന്താഗതി ഉള്ളവന്മാർ അങ്ങനെ പോകും. സ്ത്രീകളില്ലേ ഇപ്പൊ മക്കളെയും കളഞ്ഞിട്ട് പല പുരുഷന്മാരുമായിട്ട് അങ്ങനെ പോകുന്നതിന് കാരണമുണ്ട്. കാര്യം ഒരു വീട്ടിലെ ഒരു ഭർത്താവ് ഒരു ഭാര്യ ഇങ്ങനെ കല്യാണം കഴിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്ക് ആ ഭർത്താവ് ആ ഭാര്യയുടെ കാര്യങ്ങളെല്ലാം നോക്കണം, കുട്ടികളുടെ കാര്യങ്ങളെല്ലാം നോക്കണം. ഇതിപ്പം ഭാര്യയ്ക്ക് ഇപ്പം വിദ്യാഭ്യാസമൊക്കെ ഇല്ലാത്തതാണെങ്കിൽ അവർക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ ആണെങ്കിൽ കുട്ടികളെ നോക്കാൻ പറ്റത്തില്ല, ചിലപ്പോൾ ഭർത്താവിന്റെ കാര്യം നോക്കാൻ പറ്റില്ല. കുടുംബം ഫുള്ള് ചിലപ്പം ഇവിടെ ഉണ്ട്. ഭർത്താവ് നല്ലതുപോലെ കിട്ടുന്ന പൈസയൊക്കെ കൊണ്ടുവന്ന് ചീട്ടും കളിച്ച് കുടിച്ച് ഇങ്ങനെയൊക്കെ അങ്ങ് നടക്കും, കണ്ട പെണ്ണുങ്ങൾക്കൊക്കെ കൊടുത്ത് ഇങ്ങനെ അങ്ങനെയുള്ള രീതിയിലാകുമ്പോൾ ഈ ഭാര്യമാർ ഇറങ്ങി പോവും. അതിലൊരു കുറ്റമില്ല, അതൊരു ജീവിക്കാൻ വേണ്ടി പോകുന്നതാണ്, അല്ലാതെ പോകുന്നതല്ല. നിങ്ങൾ പറയുന്നതാണ് ഭാര്യമാർ പോയെന്ന് പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടോ? പുരുഷന്മാർക്ക് പ്രത്യേകമായ ഒരു നിയമം ഇവിടെ വരേണ്ടത് അനിവാര്യമാണ്. കാരണം അല്ലെങ്കിൽ നമ്മുടെ പുരുഷന്മാരെ എല്ലാ സ്ത്രീകളും അടിച്ചുകൊല്ലും. പുരുഷന്മാർക്ക് നിയമം വരേണ്ടതിന് സാർ ഉദ്ദേശിക്കുന്നത് ഏത് കാര്യം പുരുഷന്മാർ ചെയ്യുമ്പോൾ അത് നല്ലതാണെന്നുള്ള പ്രവൃത്തികൾ കോടതി സമ്മതിച്ചു തരണമെന്നാണോ സാർ ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മുടെ ഒരു സ്ത്രീകളുടെ പറഞ്ഞ കാര്യം പുരുഷന്മാർക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് നിയമങ്ങൾ കൊണ്ടുവരണമെന്നാണ്. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, ഈ പുരുഷന്മാർക്ക് നിയമങ്ങൾ കൊണ്ടുവരുന്നത് അവർ ചെയ്യുന്ന കൊള്ളരുതായ്മകൾ നല്ലതാണെന്ന് പറയണോ, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന സ്ത്രീകളോട് ചെയ്യുന്ന പീഡനങ്ങൾ നല്ലതാണെന്ന് പറയണോ? അവർ കുടുംബത്തെ നോക്കുന്നത് തെറ്റല്ല, അല്ലെങ്കിൽ നോക്കുന്നില്ല എന്നുള്ളത് അത് തെറ്റല്ല, അത് ശരിയാണെന്ന് പറയണോ? എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? പുരുഷന്മാർക്ക് അനുകൂലമായ നിയമങ്ങൾ കൊണ്ടുവരണം എന്ന് പറഞ്ഞത് തെറ്റുകാരല്ലാത്ത പുരുഷന്മാർ ഇവിടെ ശിക്ഷിക്കപ്പെടുന്നു ഇല്ലെന്ന് പറയുന്നില്ല. സ്ത്രീകളും പുരുഷന്മാരും തെറ്റ് ചെയ്യുന്നില്ല. എല്ലാവരും ഏത് പുരുഷന്മാരെയാണ് ഇവിടെ അതിനുള്ള ഒരു തെളിവ്? എല്ലാ മേഖലയിലും ഇപ്പൊ സ്ത്രീകൾ മുൻപന്തിയിൽ നിൽക്കുന്ന പുരുഷന്മാരില്ലേ? അങ്ങനെ സ്ത്രീകൾ മുന്നോട്ടായിട്ടുണ്ടെങ്കിൽ നല്ലവരായ പുരുഷന്മാർ അതിന് മുന്നോക്കം കൊടുത്തിട്ട് തന്നെയാണ് സ്ത്രീകൾ ഇന്നും പല മേഖലകളിൽ നിന്നും ജോലി ചെയ്യുന്നതും ഭരണം നടത്തുന്നതും എന്നാണ് പറയുന്നത്. ഞാൻ എല്ലാ പുരുഷന്മാരെയും അനുകൂലിച്ചല്ല പറയുന്നത്, ചില പുരുഷന്മാരെ കുറിച്ച് മാത്രം അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. എന്ന് വെച്ചാൽ സ്ത്രീകൾ എല്ലാവരും നല്ലവരാണെന്നും പറയുന്നില്ല. എല്ലാ സ്ത്രീകളും നല്ലവരാണെന്നോ എല്ലാ പുരുഷന്മാരും നല്ലതാണെന്നോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു സ്ത്രീ മുന്നോട്ട് നയിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഞങ്ങൾ മുൻപന്തിയിൽ എത്തിയ കാര്യം അവിടെയാണ്. ക്ഷമിക്കണം,
പുതിയൊരു നിയമം ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെയുള്ള ആൾക്കാർക്ക് നിയമത്തിന്റെ ഒരു ആവശ്യമില്ല. ഒരു മിനിറ്റ്. ഇപ്പോ നമ്മുടെ ബഹുമാനപ്പെട്ട അർഷൻ സാർ പറഞ്ഞു സ്ത്രീ മുന്നോട്ട് പോകണമെങ്കിൽ പുരുഷന്റെ സഹായം വേണമെന്നുള്ളത്. മുന്നേവർ പറഞ്ഞത് സ്ത്രീ പ്രസവിക്കണമെങ്കിൽ ഒരു പുരുഷന്റെ സഹായം കൂടിയേ തീരൂ എന്ന് പറഞ്ഞ ആ ഒരു നിലപാടിലേക്കാണ് ഹർഷൻ സാർ പോയത്. എന്തായാലും സെനറ്റ് പറയാനുള്ളത് ഇന്നും ഒരു പുരുഷനില്ലെങ്കിൽ ഇന്ന് സ്ത്രീ ജീവിച്ചിരിക്കും, സ്ത്രീ വേണ്ട സ്ഥലത്ത് എത്തിയിരിക്കും സാർ. ആ ഒരു നിലപാടിലൂടെയൊക്കെ നമ്മൾ യോജിക്കാൻ പറ്റില്ല സാർ. ഒരു സ്ത്രീ മാത്രം വിചാരിച്ച ഗർഭം ധരിക്കൂ. പല ടെക്നിക്കൽ കാര്യങ്ങൾ മനസ്സിലാക്കിയില്ലേ? ATM കാർഡ് ഇട്ടാലേ സാധാരണ പണ്ടുമൊക്കെ പൈസ എടുക്കാൻ പറ്റും. അതേപോലെ ഒരു സ്ത്രീക്ക് ഒരു ഗർഭധാരണത്തിന് നോർമലായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ പക്ഷെ ഇവിടെ ആരും അങ്ങനെ ഗർഭത്തിന്റെ കാര്യം പറഞ്ഞില്ലല്ലോ. താങ്കൾ ഒറ്റയ്ക്കുണ്ടായതാണ് ഉദ്ദേശിച്ചത്. പുരുഷന്മാരുണ്ടെങ്കിലേ സ്ത്രീകൾക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ എന്നാണ് ഒരിക്കലും നമ്മൾ അതിന് യോജിക്കുന്നില്ല. പുരുഷനില്ലെങ്കിൽ എന്താ സ്ത്രീകൾക്ക് ജോലിക്ക് എടുക്കാൻ പറ്റില്ലേ? പുരുഷനില്ലെങ്കിൽ എന്താ സ്ത്രീകൾക്ക് പഠിച്ചൂടെ? പുരുഷനില്ലെങ്കിൽ എന്താ സ്ത്രീ ജോലി ചെയ്തിട്ട് ഇന്നും പല സ്ത്രീകളും പല സ്ഥാനത്തിരുന്ന് ഇന്നും ജോലി ചെയ്യുന്നുണ്ട്. അത് പ്രേക്ഷകരെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. ഇദ്ദേഹം പറഞ്ഞ ആ നിലപാടിനോട് നിങ്ങൾ യോജിക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ആ ഒരു ചിന്താഗതിയിലൂടെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങളുടെ പോക്ക് ശരിയല്ല. എന്തായാലും നമ്മുടെ എല്ലാ ഉള്ള സ്ത്രീ സഹോദരികളുടെ അല്ല ഞങ്ങൾ പറയുന്നത്. ഇതില് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇതില് അല്ലാത്ത ആൾക്കാരുണ്ട്, അവരെ കുറിച്ചാണ് ഞങ്ങൾ ഈ പറയുന്നത്. അല്ലാതെ എല്ലാ സ്ത്രീകളും ഒരേപോലെ എന്ന് ഞങ്ങൾ പറയുന്നില്ല. അതന്നെയാണ് ഇപ്പൊ ഇതുവരെ മാമും ഇതുവരെ അതല്ലേ പറഞ്ഞിട്ടുള്ളത്. എല്ലാ സ്ത്രീകളും അനുകൂലിച്ചല്ല ഭേദഗതി പുരുഷന്മാർക്ക് നിയമം ഉണ്ടാവണം. അല്ലെങ്കിൽ പല കേസുകളും ഇവിടെ പുരുഷന്മാർ അകത്തായിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി കേസുകളിൽ അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇതേപോലെയുള്ള നിരപരാധിയായ ഏത് പുരുഷനാണ് ഇപ്പൊ കുറ്റം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആരെങ്കിലും ഒരാളുടെ പേര് പറയാമോ? നിരപരാധിയായ ഒരുപാട് നിരവധി പുരുഷന്മാർ, നിരവധി. ഇടയ്ക്ക് തന്നെ ഒരു 55-60 വയസ്സായ ഒരു അദ്ദേഹത്തിന് വർഷങ്ങളോളം അദ്ദേഹം ജയിലിൽ കിടന്നതാണ്. ജയിലിൽ കിടന്നതിന് ശേഷം വന്നപ്പോഴാണ് അദ്ദേഹം നിരപരാധി എന്നറിയുന്നത്. പക്ഷെ അങ്ങേരെ ഒരു ജയിലിലാവാൻ കാരണം വേറൊരു പുരുഷനായിരുന്നില്ലേ? വേറൊരു പുരുഷൻ തെറ്റ് ചെയ്തുകൊണ്ടല്ലേ ഈ പുരുഷന് വേറെ ഒരു പ്രശ്നം വന്നിട്ടുള്ളത്? അത് ചിന്തിക്കേണ്ട കാര്യമാണ്. പുരുഷന്മാര് തെറ്റാണെന്നുള്ള ആ വ്യാഖ്യാനത്തിൽ നമ്മൾ യോജിക്കുന്നത് ശരിയല്ല സാർ. എന്തായാലും നമുക്ക് അനുശ്രീ മാമിലേക്ക് പോകാം. അപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ എറണാകുളത്ത് കോതമംഗലത്ത് ഈ ഇടയ്ക്ക് ഒരു പെൺകുട്ടി 23 വയസ്സായ ഒരു പെൺകുട്ടി മരിച്ചു. എന്താ സംഭവം എന്നറിയാമോ? ഒരു പുരുഷവർഗത്തിൽപ്പെട്ട ഒരാൾ വിളിച്ചു കൊണ്ടുപോയി, വീട്ടിൽ കൊണ്ടുപോയി മതം മാറ്റാൻ വേണ്ടി, മുസ്ലിം ആകാൻ വേണ്ടി, മതമാറ്റത്തിന് വേണ്ടി നിർബന്ധിച്ചു, പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ആ കുട്ടി സൂയിസൈഡ് ചെയ്തു. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് താങ്കൾ? അത് നമുക്ക് നമ്മുടെ ഈ സമൂഹത്തിൽ യഥാർത്ഥത്തിൽ ഇപ്പോഴും ജാതികൾ നിലനിൽക്കുന്നു എന്നൊരു സംശയം ഞങ്ങൾക്ക് ഞാൻ സംശയിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് ഓരോ മതത്തിനും ഓരോ രീതി ഇപ്പോഴും നിലനിന്ന് പോകുന്നുണ്ട്. പക്ഷെ ആ നിലനിന്ന് പോകുന്നതിനിടയിൽ എന്താണ് സംഭവിച്ചതെന്നെങ്കിൽ ഈ സ്ത്രീയുടെ കുഴപ്പമാണോ അല്ലെങ്കിൽ പുരുഷന്റെ കുഴപ്പമാണോ അതൊന്നും ഇതുമായിട്ട് വരുന്ന വിഷയങ്ങളല്ല. നമുക്ക് പുരുഷന്മാർക്ക് പ്രത്യേകമായ ഇപ്പൊ നിലവിലുള്ള സ്ഥിതി വെച്ച് നോക്കുകയാണെങ്കിൽ പുരുഷന്മാർക്ക് പ്രത്യേകമായ ഒരു നിയമം ഇവിടെ കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ കാര്യം പുരുഷന്മാർക്ക് പുതിയ നിയമം കൊണ്ടുവന്നാൽ പിന്നെ സ്ത്രീകൾ ആരും പറയണ്ട. പിന്നെ ഒറ്റ സ്ത്രീകൾ ഇവിടെ കാണത്തില്ല, പുരുഷന്മാർ മാത്രമേ കാണത്തുള്ളൂ. എന്തായാലും നമുക്ക് ആ വിഷയത്തിലേക്ക് ഒന്ന് പോകും. മാം, ആ ഒരു വിഷയം കൂടുതലൊന്ന് ആളുകളിൽ റമീസ് എന്ന് പറയുന്ന ആ വ്യക്തിക്ക് മറ്റൊരു ബന്ധം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ക്യാരക്ടർ ഇപ്പം നല്ലതല്ല എന്ന് അറിഞ്ഞത് കൊണ്ടാണ് ഈ പെൺകുട്ടി സൂയിസൈഡ് ചെയ്തതെന്നാണ് ഇപ്പൊ അറിയാൻ കഴിഞ്ഞത്. ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഈ പുരുഷന്മാർക്ക് വേണ്ടുന്ന സാഹചര്യം അല്ലെങ്കിൽ പുരുഷന്മാർ പറയുന്ന രീതിയിൽ കേൾക്കാതെ വരുന്ന സ്ത്രീകൾ ഉള്ളപ്പോഴാണ് മറ്റൊരു സ്ത്രീ ആശ്രയിച്ചു പോകുന്നത്. നിങ്ങൾ പറയുന്നത് എന്തിനു കേൾക്കണം? നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ ഇന്നൊരു സ്ത്രീ അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ജനിക്കുന്നത്. പുരുഷന്മാരുടെ അടിമത്തത്തിന് നിൽക്കാൻ വേണ്ടിയല്ല സാർ ഒരു പെൺകുട്ടിയും ജനിച്ചു വീഴുന്നത്. അത് സാർ ആദ്യം മനസ്സിലാക്കണം. അതായിരിക്കും നിങ്ങൾ സ്ത്രീകളുമായിട്ട് ഇപ്പൊ മാരേജ് കല്യാണം കഴിക്കും. നിങ്ങൾ രണ്ട് സ്ത്രീകളെ തങ്ങളുടെ ഇപ്പൊ തന്നെ കല്യാണം കഴിച്ച് ഞങ്ങൾ കണ്ടു. ഈ പുരുഷന്മാരെന്ന് പറഞ്ഞാല് കാരണം സ്ത്രീകളെ എടുക്കാൻ കൊള്ളൂല, ഇതേപോലെ ഉള്ളതല്ലേ. എന്തായാലും ഞങ്ങൾക്ക് പ്രത്യേക ഒരു
നിയമം ഇവിടെ വന്നാലേ പറ്റൂ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം കട്ടപ്പണം. അതെ, എങ്ങനെയായാലും സ്ത്രീ അല്ലെങ്കിൽ സ്ത്രീയെ വിവാഹം കഴിക്കുന്നത്, പുരുഷനെ വിവാഹം കഴിക്കുന്നത് ഗതികേട് കൊണ്ടാണെന്നാണ് സാറ് പറഞ്ഞു വരുന്നത്. അതെ അതെ, അത് ഗതികേടാണ്. പുരുഷനെ വിവാഹം കഴിക്കുന്നത് ഗതികേട് കൊണ്ടാണ്, സ്ത്രീകളെ കെട്ടുന്നത് ഗതികേട് കൊണ്ടാണ്. വളരെ നല്ല നിലപാടാണ് സാറ് പറഞ്ഞിട്ടുള്ളത്. പുരുഷനെ വിവാഹം കഴിക്കുന്നത് അത് ഗതികേട് കൊണ്ടാണ്. കളിയാക്കി പറഞ്ഞ സ്ത്രീകളുമായിട്ട് കല്യാണം കഴിക്കുന്ന ഇപ്പൊ തന്നെ നമ്മുടെ ആലന്തര ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വെച്ച ഒരു പ്രമുഖ ബ്ലോഗറെ കൂടെ നടക്കുന്ന 2 സ്ത്രീകൾ കല്യാണം കഴിച്ചു. എന്താണ് ഇതൊക്കെ എന്ത് സാർ? ഗേ കപ്പിൾസിന്റെ മാരേജിനെ കുറിച്ചൊന്നും അറിയുന്നില്ലേ? അതൊന്നും സാർ കാണുന്നില്ലേ? അതുകൊണ്ടാണോ സാർ ഇങ്ങനെ മാമിനെ കുറിച്ച് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പറയുന്നത്? പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് സ്ത്രീകൾ പരസ്പരം വിവാഹം കഴിക്കുന്നു എന്നുള്ള ഒരു കാര്യം മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ മാം ചോദിച്ചു പുരുഷന്മാര് തമ്മിൽ വിവാഹം കഴിക്കുന്നില്ലേ, അതിന് സാർ മറുപടി കൊടുക്കാനുള്ളത്? ഞങ്ങളുടെ വിഷയമല്ല, ഈ കഴിച്ച പുരുഷന്മാർക്ക് നിലനിൽക്കൊണ്ടേ ഇപ്പൊ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോണ്ടേ. പുരുഷന്മാർക്ക് ഒരു നിയമം അവിടെ പ്രത്യേകം കൊണ്ടുവന്നാൽ അന്നും ഇന്നും ഞാൻ ഈ ഒരു ചർച്ചയിലൂടെ പറയും. ഞാൻ എന്ത് സംസാരിച്ചാലും അത് ഒന്നും സമ്മതിച്ചു തരത്തില്ല. മാത്രമല്ല റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കും പുരുഷന്മാർക്ക് നിയമം വേണം, പുരുഷന്മാർക്ക് നിയമം വേണമെന്ന്. എനിക്ക് ഇതിൽ വലിയ താല്പര്യമില്ല ഇങ്ങനൊരു സംഭവത്തിൽ. ഞാൻ പോവുകയാണ്. നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. അങ്ങനെ അതുകൊണ്ടാണ് എന്തായാലും കണ്ടല്ലോ, പുരുഷന്മാരാണ് ഇവിടെ പറഞ്ഞിട്ട് ഞാൻ എണീച്ചു പോയില്ല. കാരണം ഞാൻ അവിടെ ഫൈറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പുരുഷന്മാർക്ക് പ്രത്യേക ഒരു നിയമം കൊണ്ടുവരണമെന്ന് ഞങ്ങൾ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ നിരപരാധിയായ ഒരുപാട് പുരുഷന്മാർ നമ്മുടെ നിയമത്തിന്റെ അടിമപ്പെട്ട് മരിക്കേണ്ട വന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പറയുന്നത് നമ്മുടെ പുരുഷന്മാർക്ക് ഒരു പ്രാതിനിധ്യം ഉണ്ടാവണം, അതോടൊപ്പം പ്രത്യേക ഒരു നിയമം ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അങ്ങനെയാണെങ്കിൽ ഇപ്പം സാർ പറഞ്ഞു പുരുഷന്മാർക്ക് പുതിയ നിയമങ്ങളും കാര്യങ്ങളും കൊണ്ടുവരണമെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ പാവപ്പെട്ട എത്രയോ സ്ത്രീകൾ മരിച്ച് വീഴുന്നുണ്ട്, ആത്മഹത്യ ചെയ്യുന്നുണ്ട്, സ്വന്തം മക്കളെ പോലും നിയമം ഒരിക്കലും നമ്മൾ നിയമം പാലിക്കാനുള്ളതാണ്. ഈ പുരുഷന്മാർ ചെയ്യുന്ന തെറ്റുകൾ കൊണ്ടാണ് സ്ത്രീകൾ ഇന്നും മരണപ്പെട്ടു പോകുന്നത്. അത് ഏത് ജനങ്ങൾക്കാണ് അറിയാത്തത് സാർ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് പുരുഷന്മാർക്ക് അനുയോജ്യമായ നിയമങ്ങൾ കൊണ്ടുവരണം, അവർക്ക് സംരക്ഷണത്തിൽ ഇനിയും കോടതികൾ പുതിയ നിയമങ്ങൾ കൊണ്ടുവരണം എന്നാണ് സാർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പുരുഷന്മാർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു നിയമത്തിന്റെ കാര്യം സാർ പറയൂ. ഏത് നിയമത്തിലാണ് നിങ്ങൾക്ക് സപ്പോർട്ട് തരേണ്ടത്? എന്തായാലും ഞാൻ ഇപ്പോഴും എടുത്തൊന്നും കൂടെ പറയാം. നമുക്ക് പുരുഷന്മാർക്ക് പ്രത്യേക അതാണ് ഞാൻ പറയുന്നത്. ഞാൻ സ്ത്രീപക്ഷത്തിൽ നിന്നല്ല സംസാരിക്കുന്നത്, ഞാൻ സ്ത്രീപക്ഷത്ത് നിന്നല്ല സംസാരിക്കുന്നത്. എന്തായാലും നമ്മൾ പറഞ്ഞത് സാർ പറയുന്നു പുരുഷന്മാർക്ക് അനുകൂലമായിട്ടുള്ള ഇനിയും നിയമങ്ങൾ വരണമെന്ന് തന്നെയാണ്. അങ്ങനെയെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ളത്, സ്ത്രീകൾ ഇനിയും അങ്ങനെ പുരുഷന്മാർക്ക് പുതിയ നിയമങ്ങൾ കൊണ്ടുവന്ന് സ്ത്രീകൾക്ക് ഇനിയും ദുരിതത്തിലായി ഇനിയും സ്ത്രീകൾ ആത്മഹത്യ ചെയ്യണമെന്നാണോ? എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡുമായിട്ട് കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.